മരിച്ചുപോയ വിശുദ്ധന്മാർ ഇപ്പോൾ എവിടെ? വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ഇതിൻ്റെ ഉത്തരം ഇന്ന് നമുക്ക് കണ്ടെത്താം. ഇടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ. ഒരു ആത്മീയ ചൈതന്യം, ഉത്സാഹം, ആശ്വാസം, ധൈര്യം തരുന്ന ചെറിയ പ്രബോധനങ്ങളാണ് വചനപ്രഭാതത്തിൽ സാധാരണ പങ്കുവയ്ക്കാറുള്ളത്. എന്നാൽ ഇതിപ്പോൾ ഈ ഒരു വിഷയത്തിലോട്ട് വന്നു കയറിയപ്പോൾ സന്ദർഭോചിതമായി ഇത് നാം പഠിച്ചിരിക്കുന്നത് നല്ലതും അത്യാവശ്യവുമാകയാൽ എനിക്കും പരിശുദ്ധാത്മാവിനും ബോധ്യമായതനുസരിച്ച് ഈ കാര്യം പങ്കുവയ്ക്കട്ടെ. മരിച്ച വിശുദ്ധന്മാർ എവിടെ? 2 കൊരിന്ത്യർ 5-ാം അധ്യായം 1 മുതൽ വായിച്ചു വരുമ്പോൾ മരണാനന്തര ജീവിതത്തെക്കുറിച്ചും മരണാനന്തര ശരീരത്തെക്കുറിച്ചും പറഞ്ഞു വരുന്നു. അങ്ങനെ പറഞ്ഞു വന്നിട്ട് 8-ാം വാക്യത്തിൽ ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. കേരളം വിട്ട് അമേരിക്കയിൽ വസിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് പോലെ, ഇന്ത്യ വിട്ട് ഓസ്ട്രേലിയയിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് പോലെ, ശരീരം വിട്ട് ക്രിസ്തുവിനോടുകൂടെ വസിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ഈ വാക്യത്തെ വ്യാഖ്യാനിച്ചു മനസ്സിലാക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു. ഈ ഭൂമിയിലെ ജീവിതത്തെ ശരീരത്തിലുള്ള വാസമെന്നും ഈ ജീവിതത്തിന് അപ്പുറത്തുള്ള വാസത്തെ ശരീരം വിട്ടിട്ട് ക്രിസ്തുവിനോട് കൂടിയുള്ള വാസമെന്നുമാണ് വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വേദപുസ്തക ഭാഷ്യം അനുസരിച്ചുകൊണ്ട് പറഞ്ഞാൽ മരിച്ച വിശുദ്ധന്മാർ തൽക്ഷണം ക്രിസ്തുവിനോടുകൂടെയാകുന്നു. ഒരുവൻ ഇന്ത്യ വിട്ട് അമേരിക്കയിൽ പോയാൽ അവൻ അമേരിക്കയിലാണ്, ഇന്ത്യയിലല്ല. രണ്ടിടത്തും കൂടി അവനാകാൻ പറ്റത്തുമില്ല. പക്ഷെ വരാം, പോകാം. എന്നാൽ ശരീരം വിട്ട് ക്രിസ്തുവിൻ്റെ അടുക്കൽ പോയാൽ വരാനും പോകാനും ഒന്നും പറ്റുകയില്ല. ബഹിരാകാശത്ത് പോയവരുടെ അവസ്ഥ അറിഞ്ഞില്ലേ? വരാൻ പറ്റുകയില്ല. ആ ഒരു ടെക്നോളജി തെറ്റിയപ്പോൾ വരാൻ പറ്റുകയില്ല. 10 ദിവസത്തിനുള്ളിൽ വരേണ്ടവരാ. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയി ഒരു ഫ്ലൈറ്റ് മിസ്സായാൽ അടുത്ത ഫ്ലൈറ്റിന് വരാമല്ലോ. വരാൻ പറ്റില്ലെന്നേ. ബഹിരാകാശത്ത് കുടുങ്ങിപ്പോയി. അതിനുള്ള അറേഞ്ച്മെന്റ് ചെയ്യാൻ അമേരിക്ക പോലെയുള്ള സമ്പന്ന രാജ്യം വിചാരിച്ചിട്ട് പറ്റിയില്ല. അനേക മാസങ്ങൾക്ക് ശേഷം മറ്റൊരു ബുദ്ധിജീവി ഇലോൺ മസ്കിന്റെ ടെക്നോളജി ഉപയോഗിച്ച് അവരെ തിരിച്ചിവിടെ എത്തിച്ചപ്പോൾ അവർ ഇവിടെ ജീവിക്കാൻ കഴിയാത്ത ശാരീരികാവസ്ഥയിലാണ്. ഇനി അതിനെ ചികിത്സിച്ച് ഭേദപ്പെടുത്തി എടുക്കണം. ഇപ്പം ഈ ബഹിരാകാശത്ത് പോയാൽ ഇതാ സ്ഥിതിയെങ്കിൽ സ്വർഗത്തിൽ പോയാലത്തെ കാര്യം ഓർത്തു വയ്ക്കും. അവിടെ ജീവിക്കാനുള്ള ഒരു പ്രകൃതിയിലേക്ക് നാം മാറും. പിന്നെ ഇവിടെ ജീവിക്കാൻ പറ്റുകയില്ല. അപ്പൊ മരിച്ച വിശുദ്ധന്മാർ എവിടെ? തൽക്ഷണം ക്രിസ്തുവിനോടുകൂടെ ആകുന്നു. ക്രിസ്തു എവിടെയാ? പിതാവിന്റെ വലത്ത് ഭാഗത്ത്. അവിടെ നമ്മൾ എന്തു ചെയ്യുകയാണെന്നുള്ള ചോദ്യമുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം ധ്യാനിക്കാം. അപ്പൊ കണ്ടല്ലോ, രണ്ടാമതൊരു വാക്യവും കൂടെ ഈ വിഷയത്തിൽ നമുക്ക് എടുക്കാം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യം. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് അറിയാം, ശരീരം വിട്ടാൽ ക്രിസ്തുവിനോട് കൂടെയാണ്. കൊരിന്ത്യ ലേഖനത്തിൽ വായിച്ച വാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഇനി ഞാനത് വായിക്കുന്നില്ല. വീണ്ടും ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവ് ധനവാന്റെയും ലാസറിന്റെയും സ്റ്റോറി പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു. 25-ാം വാക്യത്തിൽ
അപ്പോൾ ലാസർ ദൈവസന്നദ്ധിയിൽ റെസ്റ്റ് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നില്ല. മരിച്ച വിശുദ്ധന്മാരെവിടെ? ഒറ്റ ഉത്തരവേ ഉള്ളൂ, കർത്താവിനോട് കൂടെ. വിശദീകരിക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്. എനിക്കറിയില്ലായിരുന്നു ബഹിരാകാശത്ത് ഇത്രയും വലിയ താമസ സൗകര്യമുണ്ടെന്ന്. ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വലിപ്പം എങ്കിലുമുണ്ട് ആ നിലയത്തിന്, സ്പേസ് സ്റ്റേഷന്. അവിടെ വലിയ എക്സർസൈസ് മെഷീനെ കയറി ബുച്ച് വിൽമോറും സുനിത വില്യംസും കഠിനമായി എക്സർസൈസ് ചെയ്യുന്നത് ഞാൻ വീഡിയോയിൽ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ഈ മെഷീനൊക്കെ എവിടെ എത്തിച്ചത് എങ്ങനെയാണ് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത്രയ്ക്ക് വികസനമുള്ള ഒരു ലോകത്ത് നമ്മൾ ഇരുന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ സ്വർഗവും നരകവും ഒക്കെ നമ്മുടെ ബുദ്ധിക്ക് അപ്പുറത്താണെങ്കിലും വിശ്വസിക്കാൻ പറ്റും, അല്ലേ? ഓക്കെ, അപ്പോൾ മരിച്ചുപോയ വിശുദ്ധന്മാർ കർത്താവിനോട് കൂടെ അവരെന്ത് ചെയ്യുന്നുവെന്ന് അടുത്ത എപ്പിസോഡ് ധ്യാനിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.